യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്താണ് അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് തിരുവെഴുത്തുകളാണ്. 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ അത് അല്പസമയം വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ധന്യനായ പൗലോസ്ലീഹ എഴുതി 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-4 വേദഭാഗങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മതി. യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ അടക്കവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. മരണവും അടക്കവും ഉയർപ്പും മാത്രമല്ല, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ അതല്ലല്ലോ നമ്മുടെ വിഷയം. ഉയർപ്പ് മാത്രമാണല്ലോ നമ്മുടെ വിഷയം. ഇവിടെ പൗലോസ് അവതരിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അസന്നിഗ്ധമായ തെളിവുകളിൽ രണ്ടാമത്തെ തെളിവ് വിശുദ്ധ തിരുവെഴുത്തുകളാണ്. യേശുക്രിസ്തു മരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് പിറകിൽ യേശുക്രിസ്തുവിന്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് പഴയ നിയമത്താളുകളിൽ പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 22-ാം സങ്കീർത്തനം അതിന്റെ 16-17 വാക്യങ്ങൾ. നായ്ക്കൾ എന്നെ വളഞ്ഞു. 22-ാം സങ്കീർത്തനം 16-17 വാക്യങ്ങൾ. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അടുത്തത്, അവൻ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. ആരാ 22-ാം സങ്കീർത്തനം എഴുതുന്നത്? ആ സങ്കീർത്തനത്തിന്റെ രചയിതാവ് ദാവീദാണ്. ആരാണ് ദാവീദ്? ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവാണ്, മധുര ഗായകനാണ്, ഗാനരചയിതാവുമാണ്. ആ ദാവീദ് ഒരു രാജാവ് മാത്രമല്ല, ഗായകനും ഗാനരചയിതാവും മാത്രമല്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ദാവീദ് ഒരു പ്രവാചകനാകയാലെന്നാണ്. അപ്പൊ ദാവീദ് ഒരു പ്രവാചകനും കൂടിയായിരുന്നു. പ്രവാചകനായ ദാവീദ് 22-ാം സങ്കീർത്തനം പാടും അളവിൽ പറയുകയാണ്, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണ. ദാവീദിന്റെ ജീവിത ചരിത്രം മുഴുവൻ പഴയ നിയമത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനൊരു അനുഭവത്തിലൂടെ അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ കൈകളെയും കാലുകളെയും ആരും തുളച്ചിട്ടില്ല. അസ്ഥികളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടത്തക്ക നിലയിൽ, അസ്ഥികൾ എണ്ണത്തക്ക നിലയിൽ ക്രൂശിൽ അദ്ദേഹം തൂങ്ങപ്പെട്ടിട്ടുമില്ല. അപ്പൊ ദാവീദിനെ കുറിച്ചല്ലത് പറയുന്നതെങ്കിൽ പിന്നെ ആരെ കുറിച്ചാണ് പറയുക? പ്രവാചകനായ ദാവീദ് യേശുക്രിസ്തുവിന് കിട്ടാൻ പോകുന്ന മരണത്തെ, അത് സംഭവിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് പിറകിൽ രേഖപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിന് കിട്ടാൻ പോകുന്ന മരണം കൈകാലുകളിൽ ആണിയടിച്ചുള്ള, കൈകാലുകൾ തുളയ്ക്കപ്പെട്ടുള്ള, അസ്ഥികളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള ക്രൂശു മരണമായിരിക്കും. ഈ ക്രൂശു മരണത്തെ കുറിച്ച് ദാവീദ് പ്രവചിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനൊരു ക്രൂശു മരണം അദ്ദേഹം കണ്ടിട്ടേയില്ല. കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനൊരു കാര്യം അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല. താൻ കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത, കൈകാലുകൾ തുളയ്ക്കപ്പെട്ടുള്ള, അസ്ഥികളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടുള്ള ക്രൂശു മരണമായിരിക്കും യേശുക്രിസ്തുവിന് കിട്ടുക എന്ന് ദാവീദ് പ്രവചിക്കുമ്പോൾ ദാവീദിന് അതിനെക്കുറിച്ച് ഒരെത്തും പിടിയും ഉണ്ടായിരുന്നില്ല. എന്റെ സഹോദരങ്ങളെ, ദാവീദ് ഈ പ്രവചനം പ്രവചിച്ച കാലത്താണ് യേശുക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നതെങ്കിൽ യഹൂദ ന്യായപ്രമാണം അനുസരിച്ച് യേശുക്രിസ്തുവിന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ശിക്ഷ
കല്ലേറേറ്റുള്ള മരണമായിരുന്നു. കാരണം യഹൂദ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. ഒന്നാം ലോക സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യത്തെ ആയിരുന്നു. ആ കാലത്തായിരുന്നു യേശു മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നതെങ്കിൽ യേശു കർത്താവിന് കിട്ടാൻ പോകുന്ന ശിക്ഷ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. കാരണം അവരുടെ ശിക്ഷാ ക്രമീകരണം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞത്. രണ്ടാം ലോക സാമ്രാജ്യമായ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു യേശുക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നതെങ്കിൽ യേശുക്രിസ്തുവിന് കിട്ടാൻ പോകുന്ന ശിക്ഷ വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. അതായിരുന്നു അവരുടെ സാർവത്രിക ശിക്ഷാ ക്രമീകരണം. മൂന്നാം ലോക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു യേശുക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നിരുന്നതെങ്കിൽ യേശുക്രിസ്തുവിന് കിട്ടാൻ പോകുന്ന ശിക്ഷ ശിരച്ഛേദമായിരുന്നു. അതായിരുന്നു ഗ്രീക്കുകാരുടെ ശിക്ഷാ ക്രമീകരണം. നാലാം ലോക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലും കുറ്റവാളികൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് തലവെട്ടുന്നതായിരുന്നു. എന്നാൽ ആ കാലത്തും യേശു ജനിച്ചില്ല. എന്നാൽ ദാവീദ് ഈ പ്രവചനം പ്രവചിച്ച് ഏകദേശം 400 കൊല്ലങ്ങൾക്ക് ശേഷം BC 600-നോടനുബന്ധിച്ച് ഫൊയ്നിക്കർ എന്ന് പറയുന്ന പ്രാകൃതരായ ജനവിഭാഗത്തിന്റെ ഇടയിലാണ് ഒറ്റപ്പെട്ട നിലയിൽ ഈ ശിക്ഷാ ക്രമീകരണം ആരംഭിച്ചത്. അതിങ്ങനെ വ്യാപിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടമായപ്പോൾ, പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം ആർക്കാണ് ഈ ശിക്ഷ കൊടുത്തിരുന്നതെന്ന്. അവർ കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന സാർവത്രിക ശിക്ഷാ ക്രമീകരണമാക്കി നിയമവിധേയമാക്കി അത് മാറ്റിയപ്പോൾ അതുവരെ പ്രാകൃതരായ ജനവിഭാഗങ്ങൾ നിയമപരമല്ലാതെ നടപ്പിലാക്കിയിരുന്നു. എന്നാൽ കുറ്റവാളികൾക്ക് അങ്ങനെയൊരു ശിക്ഷ നിയമപരമായി നടപ്പിലാക്കാൻ റോമൻ ഗവൺമെന്റിന്റെ കാലത്താണ്, റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്താണ് തീരുമാനിച്ചത്. ആ കാലത്താണ് 1000 വർഷങ്ങൾക്ക് പിറകിൽ തനിക്ക് കിട്ടാൻ പോകുന്ന മരണം ക്രൂശു മരണമായിരിക്കുമെന്ന് പ്രവാചകനായ ദാവീദിലൂടെ ദൈവം വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതി വച്ചത് അതുപോലെ നിറവേറപ്പെടേണ്ടുന്നതിന് നിയമപരമായി അതിനെല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വിളങ്ങി വന്നപ്പോഴാണ് സ്വർഗം മഹിമകളെ വെടിഞ്ഞ് ആ തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് യേശു ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നത്. ഗലാത്യ ലേഖകന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാലസമ്പൂർണത വന്നപ്പോൾ അതരം തുറന്ന് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി പ്രിയരെ മറക്കരുത്, യേശു ക്രിസ്തുവിന്റെ മരണം അത് തിരുവെഴുത്തുകളിൽ പ്രകാരമായിരുന്നു. അതങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. തിരുവെഴുത്തുകളും പ്രകാരമായിരുന്നു ആ മരണമെന്ന് പറയുമ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് 2 പ്രത്യേകത. അതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നനയാറുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലായപ്പോ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയമായപ്പോ മരണം കുറ്റവാളികൾക്ക് ശിക്ഷയായി കൊടുക്കാനുള്ള യഹൂദ മതകോടതിയുടെ അവകാശത്തെ റോമ ഗവൺമെന്റും മരവിപ്പിച്ചു. അങ്ങനെ ഒരു മരവിപ്പിക്കൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പീലാത്തോസിന്റെ മുമ്പിലേക്ക് മഹാപുരോഹിതന്മാർ യേശുവിനെ കൊണ്ടുവരുമായിരുന്നില്ല. സന്നിധിയും സംഘം തന്നെ, യഹൂദ മതകോടതി തന്നെ യേശുവിനെ വിസ്തരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. എന്നാൽ ആ മരവിപ്പിക്കൽ അധിക നാൾ നീണ്ടു നിന്നില്ല. സ്തേഫാനോസിന്റെ കാലഘട്ടമായപ്പോ യഹൂദ മതകോടതിക്ക് അധികാരം തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് മതകോടതി കല്ലെറിഞ്ഞു സ്തേഫാനോസിനെ കൊന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് അങ്ങനെയുള്ള അധികാരം മരവിപ്പിച്ചതും അബ്രായ്ക്ക
ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞപ്പം അധികാരം തിരിച്ചു കിട്ടാനും കാരണം എന്താണെന്നറിയാമോ? എൻ്റെ രക്ഷിതാവിൻ്റെ വിസ്താരം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അധികാരം ഉണ്ടായിരുന്നെങ്കിൽ 1000 വർഷങ്ങൾക്ക് പിറകിൽ തിരുവെഴുത്തിൽ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ടുള്ള മരണം കിട്ടുമായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ഈ സകലതിൻ്റെയും പിന്നിൽ ചലിക്കുന്നൊരു കരമുണ്ട്. ഇവിടെ യാദൃച്ഛികമായി ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിൻ്റെയൊക്കെ പിറകിൽ ചലിക്കുന്നൊരു കരമുണ്ട്. അതാണ് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന അദൃശ്യ ദൈവത്തിന്റെ കരമെന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് ചേർന്ന് ചങ്കൂറ്റത്തോട് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ സമയത്ത് ഈ റോമ ഗവൺമെന്റ് മറ്റൊരു കാര്യം കൂടെ നിലവിൽ കൊണ്ടുവന്നിരുന്നു. സാധാരണഗതിയിൽ ക്രൂശിക്കുക എന്നുള്ളതായിരുന്നു നടപടി. പക്ഷെ റോമ ഗവൺമെന്റിന്റെ കാലഘട്ടമായപ്പോ വെറുതെ അങ്ങ് ക്രൂശിക്കുകയല്ല, ക്രൂശിക്കപ്പെടുന്നവരെ അടിക്കുന്ന പതിവുണ്ടായിരുന്നു. എങ്ങനെ ക്രൂശിക്കപ്പെടുന്നവരെ അടിക്കുക? 2 2.5 അടി പൊക്കമുള്ള 2 തൂണുകൾ. ആ തൂണുകളിൽ ഓരോ ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ചിരിക്കും. ഈ ക്രൂശിക്കപ്പെടാൻ പോകുന്നയാളെ, കുറ്റവാളിയെ, ഈ 2 2.5 അടി പൊക്കമുള്ള തൂണുകളുടെ നടുവിൽ റാ പോലെ നിർത്തും. എന്നിട്ട് ആ കരങ്ങൾ ഇരുമ്പ് വളയങ്ങളോട് ചേർത്തു ബന്ധിക്കും. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള ചാട്ടവാർ, അതിൻ്റെ അറ്റത്ത് ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഘടിപ്പിക്കും. എന്തിന്? അടിയുടെ ആക്കം കൂടാൻ ഇതെല്ലാം കൂടെ ഘടിപ്പിക്കുകയല്ല, ഏതെങ്കിലും ഒന്ന്. ഈയ കൊളുത്തുകളോ ഇരുമ്പിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഘടിപ്പിക്കും. യേശു കർത്താവിനെ ആ 2 തൂണുകളുടെ നടുവിൽ കൊണ്ടുവന്നു. 2 2.5 അടി പൊക്കമുള്ള തൂണുകൾ, അതിന്റെ നടുവിൽ റാ പോലെ രക്ഷിതാവിനെ വളച്ചു നിർത്തുമ്പോൾ, ആ കരങ്ങൾ ആ ഇരുമ്പ് വളയങ്ങളോട് ചേർത്ത് ബന്ധിക്കുമ്പോൾ, യേശുവിനെ നിങ്ങളൊന്ന് നോക്കിക്കേ, പുറം നോക്കിക്കേ, അത് വളഞ്ഞ പുറം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. പടയാളികൾ, പ്രത്യേക പരിശീലനം ലഭിച്ച പടയാളികളാണ് അങ്ങനെ അടിക്കുക. പടയാളികൾ ഒരാൾ അപ്പുറവും ഇപ്പുറവും നിന്നു. ആ പടയാളിയുടെ കയ്യിലെ ചാട്ടവാർ മുകളിലേക്ക് പൊങ്ങി, താഴേക്ക് അത് ആഞ്ഞു പതിച്ചു. എന്റെ രക്ഷിതാവിന്റെ പച്ച മാംസത്തിലൂടെ ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ആഴ്ന്നിറങ്ങി. പടയാളി ആ ചാട്ടവാറ് വലിച്ചു പറിച്ചു പൊക്കിയെടുക്കില്ല, താഴേക്ക് അത് വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ എന്റെ രക്ഷിതാവിന്റെ പുറത്തു വീണ ആ ചാട്ടവാർ, അതിന്റെ അറ്റത്തുള്ള ഈയ കൊളുത്തുകളും എല്ലിൻ കഷണങ്ങളും മനുഷ്യാസ്ഥികളും ആ പച്ച മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി. പടയാളി ആ ചാട്ടവാറ് വലിച്ചു പറിച്ചു പൊക്കിയെടുക്കാതെ താഴേക്ക് നെടുനീളത്തിൽ വലിച്ചു. ഒഴിവുകാർ നിലമുഴുവുമ്പോൾ ആ ഉഴവ് ചാലുകൾ കീറപ്പെടുന്നത് പോലെ എൻ്റെ രക്ഷിതാവിൻ്റെ പുറത്തെ മാംസം 2 സൈഡിലേക്ക് കീറി തൂങ്ങി മറിയപ്പെട്ട് ഉഴവ് ചാലുകൾ പോലെ ചാലുകൾ കീറപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടി നടക്കുന്നതിന് മുമ്പ്, ഈ ഉഴവ് ചാലുകൾ പോലെ പുറം കീറുന്നതിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് പിറകിൽ 129 സങ്കീർത്തനത്തിൽ ഇതേ ദാവീദ് പറഞ്ഞു. വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, അവർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു. എല്ലാവരും സ്തോത്രം ചെയ്തു പറ, അവർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു. ഉഴവു ചാലുകളെ നീളത്തിൽ കീറി. അവർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവു ചാലുകളെ നീളത്തിൽ കീറിയെന്ന് 1000 വർഷങ്ങൾക്ക് പിറകിൽ വിശുദ്ധ തിരുവെഴുത്തിൽ പ്രവാചകനായ ദാവീദ് രേഖപ്പെടുത്തിയിരുന്നത് പോലെ എന്റെ രക്ഷിതാവിന്റെ പുറം ഉഴുതുമറിയപ്പെട്ടു. ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ സ്തോത്രം ചെയ്ത് വിളിച്ചു പറയാം, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് ഉഴുതുമറിയപ്പെട്ട എന്റെ രക്ഷിതാവിന്റെ മാംസത്തിന്റെ വിടവുകളിലൂടെ ഊറിയിറങ്ങി തളം കെട്ടിക്കിടന്ന ആ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ രക്തത്തിന്റെ പ്രത്യേകത? 1 പത്രോസ് 2:24. കൃപയുള്ള ദൈവമക്കൾ, അഭിഷക്തന്മാർ ഒരുമിച്ച് വാക്യം ഒന്ന് സ്തോത്രം ചെയ്തു പറ. നാം പാപം സംബന്ധിച്ച് മരിച്ചും നീതിക്ക് ജീവിക്കേണ്ടുന്നതിന്
യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു ക്രൂശിന്മേൽ കയറി. അദ്ദേഹത്തിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് ഉഴുതുമറിയപ്പെട്ട എന്റെ രക്ഷിതാവിന്റെ മാംസത്തിന്റെ വിടവുകളിലൂടെ ഊറിയിറങ്ങി തളം കെട്ടിക്കിടുന്ന ആ രക്തത്തിന്റെ അകത്ത് എന്റെ രോഗശാന്തി ദൈവം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സുവിശേഷ യോഗത്തിന്റെ ഈ രാത്രി ശാരീരിക മണ്ഡലത്തിൽ അത്ഭുത രോഗശാന്തി ദൈവം അയക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്ര നാമത്തെയും ആ പുണ്യാക രക്തത്തെയും ഞാൻ ഇവിടെ വിളിച്ചു പറയുമ്പോൾ ആ നാമത്തിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറാത്ത രോഗങ്ങൾ ഏതാ ഉള്ളത്? ആ പുണ്യാക രക്തത്താൽ വിട്ടുമാറാത്ത രോഗാത്മാക്കൾ ഏതാ ഉള്ളത്? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. പ്രിയരെ, നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ, നമ്മുടെ ബാഹ്യ അവയവങ്ങളിൽ, നമ്മുടെ രക്തധമനികളിൽ, നമ്മുടെ മാംസപേശികളിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ രാത്രി എന്റെ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, ശരീരങ്ങളിൽ രോഗാത്മാവായി കുടിയിരിക്കുന്ന പൈശാചിക ദുർശക്തികൾ ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഏകകർത്താവും ഏകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഈ രാത്രി ഞങ്ങൾ അമർച്ചയായി കൽപ്പിക്കുന്നു. ആ രോഗശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അന്യ ഭാഷയിൽ 1 മിനിറ്റ് ദൈവത്തിനു സ്തോത്രം ചെയ്യാം. ഈ രാത്രി പന്തലിന്റെ കീഴിൽ ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത്ഭുത രോഗശാന്തികൾ ഈ രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട കേട്ടോ. ഇന്ന് രാത്രി വചനമയച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന യേശു കർത്താവിന്റെ അതുല്യ നാമത്തിന്റെ ശക്തിയാൽ നമ്മെ വിടുവിക്കുന്ന ആ രക്തത്താൽ നമ്മെ സൗഖ്യമാക്കുന്ന, രോഗത്തിന്റെ കടുങ്കെട്ടുകളെ പൊട്ടിക്കുന്ന, രോഗാത്മാക്കളെ തകർക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി ഈ പന്തലിൽ ഞാൻ തിരിച്ചറിയുന്നു. എന്നോട് ചേർന്ന് അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് അന്യ ഭാഷയിൽ അല്പ നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ഹൃദയം നന്ദിയാൽ പിടച്ച് വികസിക്കുന്നു. അടിമാലി പട്ടണത്തോട് ഞാൻ ചോദിക്കുന്നു, പ്രബുദ്ധരായ എന്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, മരിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് പിറകിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത, ചരിത്രത്തിൽ അതുവരെ നടന്നിട്ടില്ലാത്ത, നിലവിലില്ലാത്ത, കൈകാലുകൾ തുളയ്ക്കപ്പെട്ട, അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ടുള്ള ക്രൂശു മരണമായിരിക്കും ഇദ്ദേഹത്തിന് ലഭിക്കുക എന്ന് 1000 വർഷങ്ങൾക്ക് പിറകിൽ പ്രവചിക്കുകയും അതുപോലെ സമയത്ത് കൃത്യമായി നിറവേറ്റുകയും ചെയ്ത യേശു ക്രിസ്തു അല്ലാതെ മറ്റാരാണുള്ളത്? അങ്ങനെ കൃത്യമായി പറഞ്ഞതുപോലെ, പ്രവചിക്കപ്പെട്ടതുപോലെ മരിച്ച ഒരാൾ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന കർത്താവായ യേശുവാണ്. അതരം തുറന്ന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. 2, യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നോ? അടക്കം എങ്ങനെ ആയിരിക്കുമെന്ന് അടക്കം നടക്കുന്നതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ പ്രവാചകൻ പ്രവചിച്ചിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ. ഒരു നല്ല ആമേൻ കരമുയർത്തി പിടിച്ച് സ്തോത്രം ചെയ്തൊന്ന് പറയരുതോ?
ലോകം യേശു ക്രിസ്തുവിന് കൊടുക്കാൻ ഉദ്ദേശിച്ച അടക്കം ദുഷ്ടന്മാരോടുകൂടെയാണ്. ദൈവം പറയുകയാണ് യേശു ക്രിസ്തുവിന് കിട്ടാൻ പോകുന്ന അടക്കം ദുഷ്ടന്മാരോടുകൂടെ അല്ല. നല്ലൊരാമയും പറഞ്ഞു പറ. പിന്നെ സമ്പന്നന്മാരോടുകൂടെയാണ്. അത് വായിച്ചപ്പോ എന്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ തിരുവെഴുത്ത് പറഞ്ഞത് നടക്കാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ലോകം ചിന്തിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ ഇടയുണ്ടായിരുന്നുള്ളൂ. വ്യക്തമാക്കാതെ എന്നാണ്. അന്ന് ക്രൂശിക്കുന്നത് ആരെയാ? ക്രൂശിച്ചു കൊല്ലുന്നത് സാധാരണ പൗരന്മാരെ അല്ല, രാജ്യദ്രോഹ കുറ്റം ചെയ്ത കൊടും ക്രിമിനലുകൾ, അതുപോലെ തന്നെ അന്നത്തെ അടിമകൾ. യജമാനന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തുക, മക്കളെ മാനഭംഗപ്പെടുത്തുക, കൊലപാതകങ്ങൾ നടത്തുക, മോഷണം, വലിയ മോഷണങ്ങൾ, പിടിച്ചുപറികൾ നടത്തുക. അങ്ങനെയുള്ള അടിമകൾ, സാമൂഹിക ദ്രോഹികൾ, കൊടും ക്രിമിനലുകൾ, അങ്ങനെയുള്ളവരെയാണ് ക്രൂശിക്കുക. അങ്ങനെയുള്ളവരെ ക്രൂശിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വിജനമായ സ്ഥലങ്ങളിൽ ഒന്നും അല്ല ക്രൂശിക്കുക, പരസ്യമായിട്ടാണ് ക്രൂശിക്കുക. കർത്താവായ യേശുവിൻ്റെ മരണം പോലും പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആരും കാണാത്ത, ഒരു മനുഷ്യനും ചെല്ലാത്ത, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏതോ ഒരു വിജനമായ സ്ഥലത്ത് ക്രൂശിച്ചെന്ന. അങ്ങനല്ല, യേശുവിനെ ക്രൂശിച്ചത് ഒരു വഴിവക്കില. അതുകൊണ്ടാ തിരുവെഴുത്ത് വായിക്കുന്ന വഴി പോകുന്നവരെല്ലാം തല കുലുക്കിക്കൊണ്ടിരുന്നു. നല്ല ആമേനെന്ന് പറ. നമ്മൾ ഈ ശീലിച്ചു വന്ന പലതും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടേ. കാരണം നമ്മൾ പലയിടത്തും ഈ ക്രൂശ് മരണത്തിന്റെ ഓർമ്മയ്ക്ക് പോയിട്ടുള്ളത് പരസ്യ സ്ഥലങ്ങളിലല്ലല്ലോ. ആ എന്തോ ഒരു ചിന്ത നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആമയം പറയാൻ അല്പം താമസം നേരിടുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതല്ല, ക്രൂശിക്കപ്പെടുന്നവരെയൊക്കെ പരസ്യമായിട്ടാണ് ക്രൂശിക്കുക. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്നോട് ചേർന്നതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അപ്പൊ ഇങ്ങനെ ക്രൂശിക്കുന്നവർ അത് ക്രൂരമായ മരണമാണല്ലോ, വേദന നിന്നുള്ള മരണമാണ്. നിയമപരമായി അംഗീകരിച്ചതിൽ ഏറ്റവും വേദനാജനകമായ മരണമാണ് ക്രൂശ് മരണം. വെടിവെച്ചാൽ, തലവെട്ടിയാൽ, തീയിൽ കൊണ്ടിട്ടാൽ, വന്യമൃഗങ്ങളുടെ മുമ്പിൽ കൊണ്ടിട്ടാൽ എല്ലാം ഒരു നിശ്ചിത സമയം കൊണ്ട് തീരും. പക്ഷെ ക്രൂശിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമായി അംഗീകരിച്ചതിൽ ഭയാനകമായ വേദനാജനകമായ മരണമാണ്. ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നവർ 2 ദിവസത്തിൽ താഴെ മരിക്കാറില്ല, 5 ദിവസത്തിൽ കൂടുതൽ കിടക്കാറുമില്ല. 2 ദിവസത്തിനും 5 ദിവസത്തിനും ഇടയ്ക്കുള്ള ഇടവേളയിലാണ് അവർ മരിക്കുക. ഇങ്ങനെ ക്രൂശിൽ കിടക്കുന്നവരുടെ ശരീരം ആകാശത്തുകൂടെ പറക്കുന്ന പക്ഷികൾ കൊത്തിപ്പറിക്കും. അതിപ്രാകൃതമായ ഭീഭത്സമായ വേദനാജനകമായ മരണമാണ്. ഇങ്ങനെ മരിക്കുന്നവര് തിരുപ്പതിക്ക് സങ്കടം വരും. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ക്രിമിനലുകളായി, കൊലപാതകികളായി, പിടിച്ചുപറിക്കാരായി അങ്ങനെ മുദ്ര കുത്തപ്പെട്ട് മരിച്ചവരുടെ ശരീരങ്ങൾ ഏറ്റെടുക്കാൻ ആരും വരില്ല. സ്വാഭാവികമായി പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത് അനാഥ മൃതശരീരങ്ങൾ, ആരും ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത മൃതശരീരങ്ങൾ കുഴിച്ചിടുന്ന, പരദേശികളെ കുഴിച്ചിടുന്ന, ഇങ്ങനെയുള്ളവരെ കുഴിച്ചിടുന്ന പൊതു ശ്മശാനങ്ങളുണ്ട്. അവിടെ ഇവരെ അടക്കുന്ന പതിവാ ഉണ്ടായിരുന്നത്. ഇപ്പൊ ലോകം യേശുവിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അടക്കം എങ്ങനെയാണെന്നറിയാമോ? ആ ശരീരം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാതെ അനാഥ പ്രേതങ്ങളെ കുഴിച്ചിടുന്നതുപോലെ, ദുഷ്ടന്മാരെ അടക്കുന്നതുപോലെ യേശുവിനെ അടക്കും. അതായിരുന്നു ലോകം യേശുവിനെ ഒരുക്കിയിരുന്നത്. എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും
മറത്ത തിരുവെടുത്ത് പറയുകയാണ്, ലോകം ഉദ്ദേശിക്കുന്നത് പോലല്ല കാര്യം നടക്കാൻ പോകുന്നത്. അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. ആരെല്ലാം എന്തെല്ലാം മനക്കോട്ടകൾ കെട്ടിയാലും നിനക്കും നിന്റെ മിനിസ്ട്രിക്കും നിന്റെ സഭയ്ക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും നിന്റെ ജീവനും വിരോധമായി ആരെല്ലാം എന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും അവര് ചിന്തിക്കുന്നത് പോലല്ല, അവര് കണക്ക് കൂട്ടുന്നത് പോലല്ല, അവര് തയ്യാറാക്കുന്ന അജണ്ടയ്ക്കനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. കാര്യങ്ങൾ ദൈവം നിർണയിച്ചിട്ടുണ്ട്. ദൈവിക നിർണയങ്ങൾക്ക് ദൈവിക നിർണയമേ സാധിക്കൂ. അതരന്തുരം ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്നാ പറഞ്ഞേ? കൃപ ലഭിച്ചവരോട് ഞാൻ സ്തോത്രം ചെയ്തു പറയുക, ഒരു വാഗ്ദത്തങ്ങളെയും അവിശ്വസിക്കണ്ട. സാഹചര്യങ്ങളെ വിശകലനം ചെയ്ത് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് നടക്കാൻ സാധ്യതയില്ലെന്ന് ഇന്ന് രാത്രി യുക്തിയും ബുദ്ധിയും മാനുഷിക ചിന്തകളും പറയുന്നുണ്ടെങ്കിൽ കൃപ ലഭിച്ചവർ ശലോമോൻ പറഞ്ഞതുപോലെ പറ, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. അരുളി ചെയ്തത് നിവർത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമടിച്ച അധരങ്ങൾ തുറന്ന് അല്പനിമിഷം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ചിലരുടെ തലയിൽ കൈവച്ച് ഈ രാത്രി ഈ ദൈവാലോചന വിളിച്ചു പറയുന്നു, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഉറപ്പും ധൈര്യവുമുള്ളവളായിരിക്കുക. ദൈവം പറഞ്ഞതുപോലെ സമയത്ത് നിവർത്തിക്കും. ദൈവം അതിന് വിശ്വസ്തേ. മാനുഷികമായി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ദൈവം എങ്ങനെ സാധിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 38 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 19-ന്റെ 38 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസേപ്പ് യേശുവിന്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദോമസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടും കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്തു. യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ. ആമേൻ. കരമുയർത്തിയിട്ട് നല്ല ആമേൻ എന്ന് പറയാവോ? സത്യത്തിൽ യേശുവിന്റെ ശരീരം ഉത്തരവാദിത്വത്തോടെ മേടിച്ചടക്കേണ്ടതാരാ? അതിന് ഉത്തരവാദിത്തപ്പെട്ട് ഒന്നാമത്തെ കൂട്ടർ യേശുവിന്റെ സഹോദരന്മാരാ. യാക്കോബ്, യോസേ, യൂദ, ശീമോൻ തുടങ്ങിയ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷെ സഹോദരങ്ങൾ ആരും മുന്നോട്ട് വന്നില്ല. ഒട്ടിയും പട്ടിയും തട്ടിയും മുട്ടിയും മരിച്ചാലും മറക്കുകയല്ല, എപ്പോഴും കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരും സമയം വന്നപ്പോ വന്നില്ല. 4 ദിവസം കല്ലറയ്ക്കകത്ത് കിടന്ന് നാറ്റം വന്ന് ഉയർത്തെഴുന്നേറ്റ ലാസർ വന്നില്ല. 38 വർഷമായി കുളക്കരയിൽ കിടന്ന് ആർക്കും വേണ്ടാതെ ഇവന്റെ ജീവിതം ഇതെന്നെ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞു സ്വയം ശപിച്ച് കിടന്നവനെ അവൻ ആരുമില്ലെന്നറിഞ്ഞ് കർത്താവ് എഴുന്നേൽപ്പിച്ചു വിട്ടു. അവനും വന്നില്ല. അപ്പം തിന്ന് ഏമ്പക്കം വിട്ട് 5000 പുരുഷന്മാരുണ്ട്. ഒരു നല്ല ആമേനെന്ന് പറ. അവരാരും വന്നില്ല. അവരാരും വരാഞ്ഞതിൽ കുറ്റം പറയല്ലേ. നമ്മൾ ഈ കുറ്റം കണ്ടുപിടിച്ച് പറയാൻ മിടുക്കരാ, പക്ഷെ കുറ്റം പറയരുത്. എന്നാ കുറ്റം പറയാതെ? അവരാരും വന്നാൽ ഇത് നടക്കുകയല്ല. ഇത് പത്രോസിനെ കൊണ്ടും യോഹന്നാനെ കൊണ്ടും അന്ത്രയോസിനെ കൊണ്ടും തോമസിനെ കൊണ്ടും നദനിയേലിനെ കൊണ്ടും കർത്താവിന്റെ സഹോദരന്മാരെ കൊണ്ടും നടക്കുന്ന കാര്യമില്ല.
ആരെ എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിനറിയാം. എൻ്റെ ദൈവം എല്ലാ സമയത്ത് ചെയ്യും. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം. എവിടെങ്കിലും ഒറ്റപ്പെടുത്തപ്പെടലുകളോ നന്ദി കേടുകളോ സമയത്ത് നിങ്ങളെ സഹായിക്കേണ്ടവർ കൈ പിൻവലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യരോട് മുഷിയരുത്, പൊട്ടിത്തെറിക്കരുത്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറയണം, അതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയ, ദൈവത്തിന്റെ കരമ. അതൊക്കെ എൻ്റെ തിന്മയ്ക്കല്ല നന്മയ്ക്ക് കൂടി വ്യാപരിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയാൻ, ആവേശത്തോടെ അത് പറയാൻ. ഇന്ന് രാത്രി ചില വൈരാഗ്യങ്ങൾ, പകകൾ ഇന്ന് രാത്രി ക്ഷമിക്കാതെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടന്ന ചിലത് ഇന്ന് രാത്രി ഇതിനകത്ത് ഇട്ടച്ചു പോകാൻ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്താൽ ചിലർക്ക് കൃപ തരട്ടെ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെല്ലാം മാറി നിന്നപ്പോ ഒരാള് സമയത്ത് വന്നു. അരിമത്യക്കാരൻ യോസേപ്പ്, സന്നിധി സംഘത്തിന്റെ അംഗ. എനിക്ക് ആമേൻ നിങ്ങൾ ആമേൻ പറയാതെ എനിക്ക് സങ്കടമുണ്ട്. പരസ്യവും ആയതുകൊണ്ടായിരിക്കും അല്ലേ. മന്ത്രി എന്ന് പറഞ്ഞാൽ അല്പ രാഷ്ട്രീയ പിടിപാടൊക്കെ ഉള്ള ആളാ. അതുകൊണ്ട് ആ പീലാത്തോസിനോട് ചെന്ന് ചോദിച്ചതും പീലാത്തോസ് അനുവാദം കൊടുത്തതും. അപ്പൊ ഇങ്ങനെ പോലൊരു ആള് ഞാൻ ആ കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ നോ എന്ന് പറയാൻ പീലാത്തോസിന് പറ്റുകയില്ല. അപ്പൊ ആരെ എവിടെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് അറിഞ്ഞുകൂടെ? ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ദൈവം കരുതും. പ്രിയരേ, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന് സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ അറിയാത്ത വഴികൾ, പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൈവാലോചന കൈമാറുമ്പോൾ മനസ്സു തുറന്നൊരു സ്തോത്രം ദൈവത്തിന് പറയാൻ എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതങ്ങനെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. രാഷ്ട്രീയ പിടിപാടുള്ള ആളാ, മന്ത്രിയാ. രണ്ട്, ധനവാന. മന്ത്രിയാണേലും രാഷ്ട്രീയക്കാരനാണേലും ധനവാനാണേലും നീതിമാന. ഒരു നല്ല ആമേനെന്ന് പറ. നിങ്ങൾ പണക്കാരാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്പം രാഷ്ട്രീയ ബന്ധമൊക്കെ ഉള്ളതും തെറ്റൊന്നുമല്ല. പക്ഷെ നീതിയോടെ ചെയ്യാമെങ്കിലേ അതിനൊക്കെ പോകാവൂ. വിശുദ്ധിക്കും ദൈവത്തിനും നിത്യതയ്ക്കും നിരക്കാത്തതാണെങ്കിൽ അതിനേക്കാൾ വലുതല്ല ഇതൊന്നും. ഇന്ന് രാത്രി എത്ര പേര് സ്തോത്രം ചെയ്ത് പറയും, നിത്യത മറന്ന്, ദൈവത്തെ മറന്ന്, പ്രമാണത്തെ മറന്ന്, എൻ്റെ വ്യക്തി വിശുദ്ധിയെ മറന്ന് ഒന്നും എനിക്ക് വേണ്ട, അതിനേക്കാളൊക്കെ വലുത് എനിക്ക് എൻ്റെ ദൈവമാണ്, എൻ്റെ നിത്യതയാണ്. മനസ്സ് തുറന്ന് രാമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞാൻ ഈ പറയാൻ വരുന്നതിൻ്റെ ആശയം, വെറുതെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അടച്ചാക്ഷേപിക്കരുത്. അവർ കൂട്ടത്തിൽ നീതിമാന്മാരുണ്ടെന്ന്. അതിൻ്റെ ഉദാഹരണമല്ലേ അരിമത്തിയിലെ യോസേപ്പ്. അപ്പം മനസ്സുണ്ടെങ്കിൽ ഒരാമേനൊന്ന് പറയുന്നില്ല. എൻ്റെ പൊന്നു പാസ്റ്റർ, എനിക്ക് ബിസിനസ് ആയിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് അല്പം വെട്ടിപ്പൊക്കെ നടത്തേണ്ടി വരുന്നത്. ഞാൻ പാസ്റ്ററെ പോലെ ഒരു പാസ്റ്ററായിരുന്നെങ്കിൽ എന്നാ വിശുദ്ധനായേനെ. നിങ്ങൾക്കൊന്നിലും പഴിചാരി രക്ഷപ്പെടാൻ പറ്റില്ലെന്നതിൻ്റെ ഉന്നത ഉദാഹരണമല്ലേ അരിമത്യക്കാരൻ യോസേപ്പ്. ധനവാനായിരിക്കുമ്പോഴും രാഷ്ട്രീയ ബന്ധമുള്ളപ്പോഴും അവൻ മന്ത്രിയായിരിക്കുമ്പോഴും നീതിമാനായിരുന്നില്ലേ? കർത്താവിൻ്റെ രഹസ്യ ശിഷ്യനായിരുന്നില്ലേ? ഇന്ന് രാത്രി അവരോട് തന്നെ പറ, സമർപ്പണമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയും, എനിക്കൊരു ഭക്തനായി ജീവിക്കാൻ കഴിയും, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയും. എന്നോട് ചേർന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അതരം തുറന്ന് ആമേൻ പറയാൻ ഈ ഗ്രൗണ്ടിൽ വന്നവർ എത്ര പേരുണ്ട്? സാഹചര്യങ്ങളെ പഴിചാരി പാപത്തെ താലോലിക്കുന്നത് ഇന്ന് രാത്രി നിർത്തിവെച്ചിട്ട് സ്തോത്രം ചെയ്ത് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു, എന്നെ കൊണ്ടത് കഴിയും, അത് സാധിപ്പിക്കാൻ ദൈവകൃപ എന്നോട് കൂടെയുണ്ട്. എനിക്ക് ഒത്തിരി കാര്യം ഇവിടെ പറഞ്ഞാൽ കൊള്ളാം. മന്ത്രിയാ, ധനവാന, നീതിമാന, രഹസ്യ ശിഷ്യന.
ഇതുവരെ പരസ്യമായി നിന്നവരൊക്കെ മുങ്ങിയപ്പോൾ രഹസ്യമായി നിന്നവൻ ഇപ്പം പരസ്യമായി വന്നു. ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ഒരാമേനൊന്ന് പറഞ്ഞു. ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. അടിമാലിയോട് ഇന്ന് രാത്രി ഞാൻ പറയുക, ഹൈറേഞ്ചിനോട് ഇന്ന് രാത്രി ഞാൻ പറയുക, ആരെല്ലാം എന്തെല്ലാം നിലയിൽ ദൈവപ്രവൃത്തിയെ തടയാനും ദൈവസഭയുടെ വളർച്ചകളെ ഇല്ലാതാക്കാനും എന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും സമയത്ത് ദൈവത്തിന് വേണ്ടവരെ ദൈവം വെളിയിൽ കൊണ്ടുവരും. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവം കണ്ടവരൊക്കെ സമയത്ത് ദൈവം വെളിയിൽ കൊണ്ടുവരും. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. യോസേപ്പ് വെളി വന്നപ്പോ വേറൊരാളും കൂടെ വന്നു, നിക്കോദിമോസ്. 2-3 വർഷം മുമ്പ് ഈ വീണ്ടും ജനനം എന്ന സന്ദേശം കേട്ടവൻ അന്ന് മുങ്ങിയതാ, ഇപ്പോഴാ പൊങ്ങുന്നത്. നമ്മൾ ഈ ഒത്തിരി സുവിശേഷം പറഞ്ഞു, ഒത്തിരി കൺവെൻഷൻ നടത്തി, ഒത്തിരി പ്രവർത്തിച്ചു, ലക്ഷങ്ങൾ ചെലവാക്കി, ഒന്നും വരികയില്ല. അപ്പോൾ നമ്മൾ പറയും അടുത്ത പ്രാവശ്യം യോഗം വേണ്ട. അതെന്നാ ഇത്രയും മുടക്കിയിട്ട് എന്നാ ഗുണമുണ്ടായി? യോഗം നിർത്തരുത്, പ്രവർത്തനം നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. ഒന്ന് സ്തോത്രം ചെയ്തു പറ. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ദൈവം തരും. പ്രിയരെ, എന്നോട് ചേർന്ന് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ലെങ്കിൽ അഭിഷക്തനെ കണ്ണുനീരിന്റെ മറുപടിയായി, പ്രാർത്ഥനയുടെ മറുപടിയായി ആ ദൈവത്തിന് സ്തോത്രം, പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്ന നിലയിൽ ചിലതിനെ കയ്യിൽ തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇതിനകത്ത് ദൈവാലോചന കൈമാറുന്നു. എന്നോട് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുള്ളിച്ചാടി പറയേണ്ട ഒരു ദൂത് അവിടെ ഉണ്ട്. നിക്കോദിമോസ് വന്നത് 100 റാത്തൽ സുഗന്ധക്കൂട്ടുമായിട്ടാണ്. 100 റാത്തൽ സുഗന്ധക്കൂട്ടെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല പ്രിയരെ. അതിൻ്റെ വില ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ലാസറിന്റെ ഉയർപ്പൊക്കെ കഴിഞ്ഞ് കർത്താവ് വീട്ടിൽ ചെന്നു. അവരൊരു അത്താഴമൊക്കെ ഒരുക്കി. മാർത്ത വെച്ച് വിളമ്പുകയാണ്, ലാസർ പന്തിക്കിരിക്കുകയാണ്. ആ സമയത്ത് മറിയ 1 റാത്തൽ സ്വച്ഛജട മാംസ തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലെ പൂശി. കൂടെ നടന്ന ട്രസ്റ്റിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ കാരണം അതിൽ നിന്ന് അടിച്ചു മാറ്റാനൊന്നും കിട്ടിയില്ല. കാരണം അങ്ങനെ തന്നെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. അവൻ അല്ലേ, അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാണ്, ദൈവമേ ഇവൻ ഇത്രയും അടിച്ചു മാറ്റിയിട്ട് കർത്താവ് ഇവനെ വീണ്ടും കൊണ്ട് നടന്നല്ലോ. കർത്താവിൻ്റെ ദയ എത്ര വലുതാ. ഒരു നല്ല ആമേനൊന്ന് സ്തോത്രം ചെയ്തു. അപ്പോൾ യൂദ അതിന് വിലയിട്ട് കേട്ടോ. എത്ര വിലയിടുന്നത്? ഈ വെറും ചെലവ് എന്തിനാ? ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെ? ദരിദ്രന്മാരോടുള്ള വിചാരം കൊണ്ടൊന്നും അല്ല, ഞാൻ മുമ്പേ പറഞ്ഞത് അതിൻ്റെ കാരണം. ഏത് കാര്യത്തെയും വിദഗ്ധമായി ആത്മീയതയുടെ പുറംചട്ടം കൊണ്ട് മറയ്ക്കാൻ ചിലർ വിദഗ്ധരാ. പക്ഷെ അധിക നാൾ അതിനൊന്നും നിലനിൽപ്പില്ല. അതൊക്കെ വെറും പൊള്ളയാണെന്ന് ദൈവം വെളിപ്പെടുത്തും. അതിനേക്കാൾ നല്ലത് മര്യാദയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചങ്ങ് ജീവിക്കുന്നതല്ലേ. ഒത്തിരി അഭിനയങ്ങളൊന്നുമില്ലാതെ പരമാർത്ഥിയായി ദൈവത്തെ സേവിക്കാൻ ഒരു കൃപ എനിക്ക് തരണമെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ ഒരു റാത്തലിന് യൂദ ഇട്ട വില 300 വെള്ളിക്കാശ്. 100 റാത്തൽ എന്ന് പറയുമ്പോൾ 30,000 വെള്ളിക്കാശിൻ്റെതാണ്. ഇപ്പോഴത്തെ രീതിയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അന്ന് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ വേതന 1 വെള്ളിക്കാശാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞില്ലേ, തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ ആക്കാൻ നന്നാ പുലർച്ചെ പുറപ്പെട്ട വീട്ടുടമസ്ഥനോട് തുല്യം. എന്നിട്ട് കർത്താവ് അവരോട് കൂലി പറഞ്ഞു നോക്കുകയാണ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചാൽ നിനക്ക് 1 വെള്ളിക്കാശ് തരാം. അപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ അന്ന് നന്നായി അധ്വാനിച്ചാൽ കിട്ടുന്നത് 1 വെള്ളിക്കാശാണ്. അങ്ങനെയാണെങ്കിൽ 30,000 വെള്ളിക്കാശ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. ഞാനിത് കൊണ്ടുവരാം. 1 വെള്ളിക്കാശ്, അന്നത്തെ 1 വെള്ളിക്കാശ് ഇന്നത്തെ നമുക്ക് 750. അപ്പോൾ പാസ്റ്ററെ 750 രൂപയ്ക്ക് പണി നടക്കുമോ? പണി നടക്കും.
ഇന്നത്തെ ഒരു കൂലി ഒത്തിരി കൂട്ടാതെയും കുറയ്ക്കാതെ ഞാൻ അങ്ങ് പറയാം 750. 750-നെ 30,000 കൊണ്ട് കുടിച്ചാൽ അന്നത്തെ വെള്ളിക്കാശ്, ഒരു വെള്ളിക്കാശ് 30,000 വെള്ളിക്കാശ്. ഇന്നത്തെ 750 ഗുണം 30,000 2,25,00,000. ഒരു നല്ല ആമേനൊന്ന് പറ. ഇതെങ്ങനെ അടക്കേണ്ട ശരീരം? അനാഥപ്രേതങ്ങളെ അടക്കുന്നത് പോലെ ആരും കൈയേൽക്കാനില്ലാതെ അടക്കണ്ട ശരീരമല്ലേ, അങ്ങനെ അടക്കപ്പെടാനല്ലേ സാധ്യതയുണ്ടായിരുന്നത്. എന്നാൽ 700 വർഷങ്ങൾക്ക് പിറകിൽ പ്രവാചക വരണ്യനായ യെശയ്യാവിലൂടെ എന്റെ ദൈവം വിളിച്ചു പറഞ്ഞു, ലോകമേശുവിനെ അടക്കാൻ ഉദ്ദേശിക്കുന്നത് ദുഷ്ടന്മാരെ അടക്കുന്നത് പോലെയാണ്. എന്നാൽ അവന്റെ മരണം, അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും. തിരുവഴുത്ത് പറഞ്ഞതുപോലെ, ലോകം പറഞ്ഞതുപോലല്ല. 700 വർഷങ്ങൾക്ക് പിറകിൽ തിരുവഴുത്ത് രേഖപ്പെടുത്തിയതുപോലെ യേശു അടക്കപ്പെട്ടു. ഇന്ന് രാത്രി അടിമാലിയോട് ഞാൻ ചോദിക്കുന്നു, പ്രബുദ്ധരായ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, 1000 വർഷങ്ങൾക്ക് പിറകിൽ എങ്ങനെ മരിക്കുമെന്ന് രേഖപ്പെടുത്തിയോ അതുപോലെ മരിച്ച, 700 വർഷങ്ങൾക്ക് പിറകിൽ എങ്ങനെ അടക്കപ്പെടുമെന്ന് രേഖപ്പെടുത്തിയോ അതുപോലെ അടക്കപ്പെട്ട യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുണ്ട്? അതരം തുറന്ന് ആമേൻ പറയാൻ ഈ രാത്രി സന്തോഷമുള്ള എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവഴുത്തുകളും പ്രകാരം മരിച്ചു. തിരുവഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ടു. 3, തിരുവഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. വിശദീകരിക്കേണ്ടതാണ്. 2 വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. 16-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. യേശുവിന്റെ ഉയർപ്പ് നടക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് പിറകിൽ ദാവീദ് പറയുകയാണ്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ദാവീദ് വാർദ്ധക്യ സഹജമായ രോഗബാധിതനായിട്ടാണ് മരിച്ചത്. ആ ദാവീദിന്റെ ശരീരം അടക്കി, ദാവീദിന്റെ ശരീരം മണ്ണിൽ ലയിച്ചു തീർന്നു. ദ്രവത്വം കണ്ടു ആ ശരീരം. അങ്ങനെയാണെങ്കിൽ ദാവീദ് ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കേണ്ട 2-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ ഇറങ്ങി വന്ന് അവർ അന്യഭാഷകൾ നിറഞ്ഞു. വലിയ ശബ്ദ കോലാഹലമുണ്ടായി. കർമാചാര്യ പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിന് യെരുശലേമിൽ തമ്പടിച്ച 10,000 ശബ്ദം കേട്ടിടത്തേക്ക് ഓടി 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 വന്നു. ഓടിക്കൂടിയവരെ കണ്ടപ്പോൾ സഹപ്രവർത്തകരോടുകൂടി നിന്ന് പത്രോസ്ലീഹ പ്രസംഗം ആരംഭിച്ചു. പ്രസംഗം ഇങ്ങനെ വന്ന് കത്തിക്കയറി മുന്നോട്ട് പോകുമ്പോൾ പത്രോസ് അവരോട് ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, ദാവീദ് പ്രവചിച്ചില്ലായിരുന്നോ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ലെന്ന്? ഇതാരെ കുറിച്ചാ ദാവീദ് പറഞ്ഞത്? ദാവീദിനെ കുറിച്ചാണോ? ആകില്ലല്ലോ. കാരണം ദാവീദ് മരിച്ച് അദ്ദേഹത്തെ അടക്കിയ കല്ലറ ഈ യെരുശലേമിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ആ കല്ലറ അടഞ്ഞു കിടക്കുകയല്ലേ. ആ കല്ലറയ്ക്കകത്ത് ദാവീദിന്റെ ശരീരം ദ്രവിച്ച് അമർന്നു തീർന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ദാവീദ് ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? അദ്ദേഹത്തെ കുറിച്ചല്ലെങ്കിൽ പിന്നെ ആരെ കുറിച്ചാണ്? ഇവിടെ 1000കണക്കിന് 10,000കണക്കിന് നമ്മുടെ പിതാക്കന്മാരുടെ മാതാക്കളുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ തുറക്കപ്പെട്ട്
ഒറ്റ കല്ലറയല്ലേ ഉള്ളൂ സഹോദരങ്ങളെ. ആയതാണ് കല്ലറ, അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 10,000 അടയപ്പെട്ട കല്ലറകളുടെ നടുവിൽ യെരൂശലേമിൽ തുറക്കപ്പെട്ട ഒരു കല്ലറ അത് യേശുവിന്റെ കല്ലറയാണെങ്കിൽ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ലെന്ന് ദാവീദ് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചല്ല. ഇന്നിവിടെ തുറന്നു കിടക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയെ കണ്ടാണ് 1000 വർഷങ്ങൾക്ക് പിറകിൽ ദാവീദ് അത് പ്രവചിച്ചത്. അടിമാലിയോട് ഞാൻ ചോദിക്കുന്നു, ഇതുപോലെ തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ട, തിരുവെഴുത്തുകളും പ്രകാരം ഉയർക്കപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവല്ലാതെ, സത്യദൈവമല്ലാതെ വേറെ ആരുണ്ട്? അതരം തുറന്ന് ആമേൻ പറയാൻ ചങ്കൂറ്റമുള്ള എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക് പോണ്ടേ ഒന്ന് എനിക്കൊരു തേങ്ങൽ. അടുത്തോടെ പറഞ്ഞ് ഒരാശയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനിടയ്ക്ക് വണ്ടിക്ക് പോകാൻ ചിലരെങ്കിലും എണ്ണീക്കുമ്പോൾ എനിക്കൊരു സങ്കടവും പരിഭവമൊക്കെ വരും. പക്ഷെ ഞാനും ഹൈറേഞ്ചുകാരനല്ലേ, സത്യം പറയാം. നാട്ടിലൊക്കെ ചെന്നാൽ എന്നാ UPF ആണേലും ഇതിൻ്റെ 4-1 ആൾ വരികയില്ല. രാവിലെ മുതൽ മണ്ണിനോട് മല്ലടിച്ച് ജീവിത സന്ധാരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഈ മലയിറങ്ങി നമ്മളല്ലാതെ വേറെ ആരാ വരിക? ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കും ഞാൻ നന്ദി പറയും. അതുകൊണ്ട് എൻ്റെ മാന്യപ്രിയരെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളിൽ ഒരുവൻ എന്ന നിലയിൽ. അടുത്തത് പൗലോസ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ എന്നതിന് തെളിവായി മൂന്നാമതായി അവതരിപ്പിക്കുന്നത് ദൃക്സാക്ഷികളെയാണ്. വായിപ്പിക്കാതെ ഞാനത് പറയാം. ഉയർത്ത കർത്താവ് പ്രത്യക്ഷനായ ചിലരെ, കർത്താവിന്റെ ജീവനോടെയുള്ള ഉയർപ്പിന് ശേഷമുള്ള യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള പ്രത്യക്ഷത അനുഭവിച്ച ചിലരെ പൗലോസ് അവിടെ നിരത്തുകയാണ് ദൃക്സാക്ഷികളായി. ഒന്നാമത്തെ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ ആള് കേഫാവ് എന്ന് പറഞ്ഞ പത്രോസ് എന്ന്. സത്യത്തിൽ പത്രോസിനല്ല ആദ്യം പ്രത്യക്ഷനായത്, ചില സഹോദരിമാർക്ക്. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു കേട്ടോ. ബോധപൂർവ്വം ആ സഹോദരിമാരെ ഒഴിവാക്കി കളഞ്ഞു. സഹോദരിമാരെന്നോട് പിണങ്ങരുതേ, അങ്ങനെ ഒഴിവാക്കാൻ ഒരു കാരണമുണ്ട്. ഈ 4ാം ലോക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം നിലവിലിരുന്ന സമയത്ത് ഈ വിസ്താരങ്ങളിൽ, കോടതികളിൽ സഹോദരിമാരുടെ സാക്ഷിയൊന്നും അവരെ വിശ്വസനീയമായി സ്വീകരിച്ചിരുന്നില്ല. അതെന്നാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പിന്നെ അല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ അവർ വെക്കുമോ എന്നുള്ള ഭയം കൊണ്ടാകാം. പക്ഷെ ഇന്നങ്ങനൊന്നുമില്ല. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് ആ ഉയർത്ത കർത്താവ് പ്രത്യക്ഷനായ ആ നിലയിലല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സഹോദരിമാരെ ഒഴിവാക്കി. കാരണം സഹോദരിമാരുടെ സാക്ഷ്യം അന്ന് കോടതികളിൽ ആധികാരികമായി ദൃക്സാക്ഷി വിവരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല, അത് വിശ്വസനീയ തെളിവായി സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് പൗലോസ് അവതരിപ്പിക്കുന്ന ഒന്നാമത് പത്രോസിനെയാണ്. ഞാൻ ഈ പത്രോസിന്റെ കാര്യം മാത്രം ഇന്ന് പറയുന്നുള്ളൂ. കർത്താവ് പത്രോസിന് മാത്രമായിട്ടൊന്ന് പ്രത്യക്ഷപ്പെട്ടായിരുന്നു. ഈ ഉയർപ്പിന്റെ ഞായറാഴ്ച രാവിലെ സഹോദരിമാർ പോകുമ്പോൾ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് വലിയ കല്ല് ഉരുട്ടി മാറ്റി അവര് കല്ലറയ്ക്ക് അകത്തോട് ചെല്ലുമ്പോൾ ഒരു ദൂതനെ വലത്തുഭാഗത്തിരിക്കുകയാണ്. ദൂതൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട നസറേയനായ യേശുവിനെ അന്വേഷിച്ച് വന്നതാണെന്ന് അറിയാം, പക്ഷേ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു, അദ്ദേഹം ഇവിടെ ഇല്ല, നിങ്ങൾ ഈ തുറന്ന കല്ലറ കണ്ടില്ലേ? എന്നിട്ട് പറയുകയാണേ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടും, അടുത്ത തന്നെ ത്രസിപ്പിച്ച പദവാ, പത്രോസിനോടും കൂടെ പറയണം, കർത്താവ് ഗലീലയ്ക്ക് നിങ്ങൾക്ക് മുമ്പേ പോയെന്ന്. അപ്പൊ എന്റെ ചോദ്യം, ഈ ശിഷ്യന്മാരിൽ പെട്ട ആളല്ലേ പത്രോസ്? ഒരാമേനൊന്ന് പറ. അതെ, ശിഷ്യന്മാരിൽ പെട്ടയാളാ. പിന്നെന്തിനാ ശിഷ്യന്മാരോടും പത്രോസിനോടും എന്ന് എടുത്തു പറഞ്ഞത്? കാരണമുണ്ട്, പിന്നീട് വ്യക്തമാക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 2 പേര് പോവുക.
വാദിച്ചും തർക്കിച്ചും ഒക്കെ അവർ പോകുന്നത്. വാദത്തിൻ്റെയും തർക്കത്തിൻ്റെയും കാരണം തിരുവെഴുത്താണ്. അവരിങ്ങനെ വാദിച്ചും തർക്കിച്ചും പോകുമ്പോൾ യേശു കർത്താവ് അവരുടെ കൂടെ നടക്കുന്ന കർത്താവാണെന്ന് അറിഞ്ഞു. കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ഈ വാദിച്ചും തർക്കിച്ചൊക്കെ പോകുന്നു? അവർ പറഞ്ഞു, ഈ യെരുശലേമിൽ വന്ന് പാർക്കുന്ന പരദേശി, നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? കർത്താവ് ഒന്നും അറിയാത്തതുപോലെ നടിച്ചു വെച്ചു. എന്നാ സംഭവിച്ചേ? അയ്യോ, ഞങ്ങൾക്കൊരു നേതാവുണ്ടായിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവ് യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതന്മാരും പുരുഷാരും എല്ലാം കൂടെ പീഡിച്ച് അദ്ദേഹത്തെ ക്രൂശിച്ചു. റോമൻ സാമ്രാജ്യം അദ്ദേഹത്തെ ക്രൂശിച്ചു കൊന്നു കളഞ്ഞു. യോസേപ്പിൻ്റെ കല്ലറയിൽ അടക്കിയെന്ന്. പക്ഷെ നമ്മുടെ ചില സഹോദരിമാർ രാവിലെ ചെന്നപ്പോൾ തേടറ കല്ലറ തുറന്നു കിടക്കുന്നു, ആളവിടെ ഇല്ല. ഒരു ദൂതം പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റുന്ന. അവരും വന്ന് പറഞ്ഞു അത് കർത്താവ് ഉയർത്തുന്ന, അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കർത്താവ് അവരോട് ചേർന്ന് നടന്ന് ചോദിച്ച ചോദ്യമൊന്നും ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നില്ല. കർത്താവ് മോശയും പ്രവാചകന്മാരും തിരുവെഴുത്തുകളിലൂടെ തന്നെക്കുറിച്ച് തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ചു. എൻ്റെ കർത്താവ് പറയുകയാണ്, ഈ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ച ശേഷം തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഒന്നും തിരിയാതെ അവർ പോയി. അവർ പാർക്കുന്ന വീടിനോടടുത്തപ്പോൾ കർത്താവ് മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇവർ പറഞ്ഞു, പോകല്ലേ പോകല്ലേ, ഞങ്ങളുടെ കൂടെ പാർക്ക്, അത്താഴം കഴിക്കുക. അങ്ങനെ അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയപ്പെട്ട് കർത്താവ് വീട്ടിലിരുന്ന് അപ്പം എടുത്തു ദൈവത്തെ വാഴ്ത്തുമ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവർക്ക് മനസ്സിലായി, ഉയർത്ത കർത്താവാണ് ഇതുവരെ തങ്ങളോടുകൂടെ നടന്നത്. അവർക്കത് ബോധ്യമായതും കർത്താവ് അവർക്ക് അപ്രത്യക്ഷനായി. അവരന്നവിടെ താമസിച്ചില്ല. അപ്പോൾ തന്നെ അവർ തിരിച്ച് യെരുശലേമിലേക്ക് വരികയാണ്. എന്ത് പറയാൻ അവരെന്നറിയാമോ? അയ്യോയോ, നമ്മുടെ സഹോദരിമാര് രാവിലെ പോയി തുറന്ന കല്ലറ കണ്ടില്ലേ, കർത്താവ് ഉയർത്തെന്ന് പറഞ്ഞില്ലേ? അത് അവിശ്വസിക്കണ്ട, അത് സത്യമാണ്. ഞങ്ങളത് കണ്ടു. ഉയർത്ത കർത്താവ് ഞങ്ങളുടെ കൂടെ നടന്നു, ഞങ്ങൾക്ക് തിരുവെടുത്ത് മനസ്സിലാക്കി തന്നു. അവനത് പറയുമ്പോൾ ഞങ്ങളുടെ അകം കത്തിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ കൂടെ അത്താഴം കഴിക്കാനിരുന്നു. അത്താഴത്തിൽ അപ്പമെടുത്ത് ദൈവത്തെ വാഴ്ത്തിയപ്പോൾ ഞങ്ങളുടെ കണ്ണു തുറക്കപ്പെട്ടു. ഉയർത്ത കർത്താവിനെ ഞങ്ങൾ കണ്ടു. അതുകൊണ്ട് അവിശ്വസിക്കണ്ട, അത് സത്യമാണ്. അത് പറയാൻ തുള്ളിച്ചാടി ആവേശത്തോടെ അവർ വരിക. ഒരു നല്ല ദൂത് പറയാനുള്ള വ്യഗ്രതയിലാണ് വരുന്നത്, അല്ലേ? നമ്മൾ ഈ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ട് സഭയെ ചെല്ലുമ്പോൾ ആ പ്രസംഗിക്കേണ്ട ഭാഗത്ത് കൈ, വേദപുസ്തകത്തിലെ കൈ അവിടെ വെക്കും. എന്തിനാ? അധ്യായം മറിഞ്ഞു പോകാതിരിക്കാൻ. എല്ലാവരും സാക്ഷ്യം പറയുമ്പോഴും കൈ അടിച്ച് സ്വോത്രം പറയുമ്പോഴും നമ്മുടെ കൈ വേദപുസ്തകത്തിനകത്താണ്. കാരണം ദൂത് ഒരുക്കപ്പെട്ടു പോയ ദൂത് പറയാനുള്ള ആരംഭത്തിലെ ജിജ്ഞാസ അന്ന് ചില പാസ്റ്റർമാരോട്ട് തരത്തുമില്ല. ഇതുപോലെ അവർ ദൂത് പറയാൻ വരിക. ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞു, ദൂത് പറയാൻ വരിക. എന്ത് ദൂത്? ഉയർത്ത കർത്താവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ ദൂത് തുള്ളിച്ചാടി വരിക. പക്ഷെ ദൂത് ചീറ്റിപ്പോയി. ഈ ദൂത് പറയാൻ അവരകത്ത് കയറിയപ്പോൾ അവരോർത്ത് ആദ്യമായിട്ട് അവരാ ദൂത് പറയാൻ വരുന്നത്. പക്ഷേ ദൂത് പറയാൻ അകത്ത് കയറിയവർ കേട്ടത് ആ കൂടിയിരിക്കുന്നവർ തമ്മി പറയുക, കർത്താവ് പത്രോസിന് പ്രത്യക്ഷനായി. അപ്പൊ ഇവർക്ക് പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് ഒരു നല്ല ആമേനെന്ന് പറ. എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് പത്രോസിന് ഒറ്റയ്ക്കൊന്ന് പ്രത്യക്ഷനായി. എന്താ പത്രോസിന് ഒറ്റയ്ക്ക് പ്രത്യക്ഷനാകാൻ കാരണം? ഇവരിൽ ഏറ്റവും മുറിറ്റിട്ട് വീഴുന്നൊരു പത്രോസിനെ കണ്ട്, മാനസാന്തരപ്പെട്ടവനെ കണ്ടിട്ടാ കർത്താവ് ക്രൂശിലേക്ക് പോയത്. അവൻ ഒറ്റയ്ക്ക് പ്രത്യക്ഷനായതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മാനസാന്തരപ്പെടുന്നവനോട് ഞാൻ കരുണ കാണിക്കുന്നവനാണ്. അവൻ എത്ര വലിയ പാപിയാണെങ്കിലും, അവൻ എത്ര വലിയ തകർച്ചയുള്ളവനാണെങ്കിലും, അവൻ എത്ര പരിതാപകരമായി അധപ്പതിച്ചവനാണെങ്കിലും, കരയാൻ മനസ്സുണ്ടെങ്കിൽ, മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടുന്നവനെ സ്വീകരിക്കാൻ ഇന്ന് രാത്രി ഉയരത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് നസ്രയനായ യേശു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി മാന്യ സുഹൃത്തേ, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുന്നവനെ കയ്യേൽക്കാൻ ഇന്ന് രാത്രി യേശു ഇവിടെയുണ്ട്. ദൃക്സാക്ഷികളെയല്ല ഞാൻ ഇവിടെ നിർത്തുക. ഒരു ഗ്രൂപ്പിന്റെ കാര്യം, 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. എന്നിട്ട് പൗലോസ് പറഞ്ഞ പദം കണ്ടോ? അവരിൽ മിക്ക പേരും ഇന്നു വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഈ ആൾക്കൂട്ടം ഇരിക്കുന്ന പോലെ
500-ലധികം പേര് ഇരിക്കുമ്പോൾ കർത്താവ് അവർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. ഓരോരുത്തർ ഒറ്റയ്ക്ക് എനിക്ക് പ്രത്യക്ഷനായെന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് തമസ്കരിക്കാം, അത് തെറ്റാണെന്ന് പറയാം, അവർ കൈ നിട്ട് പറയുന്നതെന്ന് പറയാം. പക്ഷെ ഇതുപോലെ 500-ലധികം പേര് ഒരുമിച്ചിരിക്കുമ്പോൾ ഉയർത്ത കർത്താവിനെ അവർ ഒരുമിച്ച് കണ്ടു. പൗലോസ് പറയുകയാണ്, കൊരിന്ത്യരെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും മരിച്ചവരുടെ ഉയർപ്പില്ലെന്ന്? മരിച്ചവർ ഉയർക്കാതിരിക്കണമെങ്കിൽ യേശു ഉയർക്കാതിരിക്കണ്ടേ? യേശു ഉയർത്തു. എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് ഉയർത്ത കർത്താവിനെ കണ്ട ദൃക്സാക്ഷികൾ ജീവിച്ചിരിക്കുന്നു. 500-ലധികം പേർ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. താൻ ജീവനോടിരിക്കുന്നു എന്നവർക്ക് വ്യക്തമാക്കി കൊടുത്തു. അവരിൽ മിക്ക പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു. ഞാൻ ഈ ലേഖനം എഴുതുന്ന സമയത്തും ഉയർത്ത കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാണെന്ന് പറയാൻ 500-ഓളം മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ളവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കാം. ഇതും കൂടെ എനിക്കൊരു അവസരം നിങ്ങൾ തരണം ഇതോടെ പറയാൻ. സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽക്കാൻ കല്ലറയുടെ വാതുക്കൽ നിന്ന് കല്ലൊന്നും ഉരുട്ടി മാറ്റേണ്ട കാര്യമില്ല. ദൂതം വന്ന് കല്ലുരുട്ടി മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ ഉയർക്കാൻ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കല്ല് വെച്ചതും നന്മയാണ്. 2 യഹൂദന്മാർ എന്ന് പറഞ്ഞു ചതിയന, ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉയർക്കുമെന്ന്. നടക്കത്തില്ല. പക്ഷെ എന്നാലും ശിഷ്യന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. അവന്മാരെ മൃതശരീരം മോട്ടിച്ചുകൊണ്ടു. എന്നിട്ട് ലോകം മുഴുവൻ പറഞ്ഞു നടക്കും ഉയർത്തുന്നു. അത് സംഭവിക്കാതിരിക്കാൻ കല്ലറ ഉറപ്പാക്കണം. പീലാത്തോസ് പറഞ്ഞു, നിങ്ങളാലാവോളം ഉറപ്പാക്കി ഞാൻ എന്നാ വേണേലും ചെയ്യാം. പടയാളികളെ കാവൽ നിർത്തി, കുന്തും പന്തും വാളും വടിയുമായി ഉശിരൻ പടയാളികൾ കാവൽ. കല്ലറ ഉറപ്പാക്കി, മുദ്ര പതിച്ചു, റോമൻ മുദ്ര. ഞാൻ പലപ്പോഴും ഓർക്കും, ഇവന്മാര് മണ്ടന്മാരല്ലേ? നേരെ മറിച്ച് ഈ കല്ലറയുടെ വാതിക്ക് കല്ല് വെക്കാതെ പടയാളികളെ നിർത്താതെ സീല് ചെയ്യാതെ വെച്ചിരുന്നെങ്കിൽ ഉയർത്താൽ ഇവർക്ക് പറയാറുണ്ടല്ലോ ഉയർത്തുന്നൊന്നുമല്ല, മോട്ടിച്ചോണ്ട് പോയതാണ്. അപ്പൊ ഈ കല്ലുരുട്ടി വെപ്പിച്ചതും പടയാളികളെ കാവൽ നിർത്തിച്ചതും മുദ്ര പതിപ്പിച്ചതും അതെല്ലാം അതിൻ്റെയൊക്കെ പിറകിൽ ചലിച്ചതും ദൈവത്തിൻ്റെ കരല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, മനുഷ്യരും പിശാചും നിനക്ക് ദോഷത്തിന് തിന്മയ്ക്ക് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന പലതും നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റാം ദൈവത്തിന് കഴിയില്ലേ? കൃപ ലഭിച്ചവർ നിരാശ മറന്ന് സ്തോത്രം ചെയ്തു പറ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അതരം തുറന്നു സ്തോത്രം ചെയ്തു പറ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. അപ്പൊ കർത്താവിന് പുറത്തു വരാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റണം. കാരണം യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാര് വാതിൽ അടച്ചിരിക്കെ, വാതിൽ തുറക്കാതെ, വീടിന്റെ മേൽക്കുര ഇളക്കാതെ എൻ്റെ യേശു അവരുടെ അടുക്കൽ ചെന്ന് അവരോട് സമാധാനമെന്ന് പറഞ്ഞു. അപ്പോൾ ഉയർത്ത കർത്താവിന് വാതിൽ തുറക്കാതെ, മേൽക്കുര ഇളക്കാതെ അകത്ത് ചെന്ന് അവർക്ക് സമാധാനമെന്ന് അവരോട് പറയാമെങ്കിൽ, കർത്താവിന് കല്ലറയ്ക്ക് വെളിയിൽ വരാൻ കല്ല് ഉരുട്ടി മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. കല്ലറ തുറക്കാതെ തന്നെ കർത്താവിന് പുറത്തു വരാം. അപ്പം കർത്താവിന് പുറത്തു വരാനല്ല കല്ലുരുട്ടി മാറ്റിയത്. കല്ലുരുട്ടി മാറ്റുക മാത്രമല്ല, ദൂതൻ വന്ന് കല്ലിന് മുകളിൽ കുത്തിയിരുന്നു. മടിയൻ ദൂതൻ സ്വർഗത്തിലോട്ട് ചെന്ന് അടുത്ത ഡ്യൂട്ടി കിട്ടും. അടുത്ത ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ കിട്ടിയ സമയം കല്ലിന് മുകളിൽ കുത്തിയിരുന്ന് സമയം കൊല്ലുക ആണോ? സമയം കൊല്ലാനാണോ കുത്തിയിരിക്കുന്നത്? അല്ല. ദൂതൻ കല്ലുരുട്ടി മാറ്റിയിട്ട് തിരിച്ചു പോയാലേ ആത്മാഭിമാനത്തിന് മുറിവുണ്ടാകാതിരിക്കാൻ ഈ പടയാളികൾ ആ കല്ല് തിരിച്ചുരുട്ടും. അപ്പൊ ദൈവം ഉരുട്ടി മാറ്റിയത് മറ്റാരും തിരിച്ചു ഉരുട്ടാതിരിക്കാനാ ദൂതനെയാക്കിയത്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് കൃപയിൽ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറ, എൻ്റെ ദൈവം വഴി തുറക്കുക മാത്രമല്ല, തുറന്നത് ആരും അടയ്ക്കാതെ എൻ്റെ ദൈവം സുരക്ഷിതനായി അത് നിലനിർത്താനും വിശ്വസ്തനാണ്. എന്നോട് ചേർന്ന് ചങ്കൂറ്റത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? ദൂതൻ കല്ലിന് മുകളിൽ കുത്തിയിരുന്നത് സമയം കൊല്ലാനല്ല, ആ കല്ലാരും തിരിച്ചുരുട്ടാതിരിക്കാനാ. അന്ന് ആരും തിരിച്ചു ഉരുട്ടിയില്ലെന്ന് മാത്രമല്ല, ഇന്ന് വരെ അത് ആരും തിരിച്ചുരുട്ടി അടച്ചിട്ടില്ല.
എന്തിനാ കല്ലറ ഇന്നും തുറന്നു വച്ചേക്കുന്നേ? യേശുവിന് പുറത്തു വരാനല്ല. ചരിത്രമുള്ളിടത്തോളം, ലോകമുള്ളിടത്തോളം, മനുഷ്യനുള്ളിടത്തോളം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര തെളിവായി ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച യുഗപ്രഭാവന്മാരുടെ കല്ലറകൾ ലോക ചരിത്രത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര തെളിവായി ആ കല്ലറ ഇവിടെ കാണണമെന്നുള്ളത് മഹാദൈവത്തിന്റെ നിർണയമായിരുന്നത് കൊണ്ട് ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അതരം തുറന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. എന്റെ സന്ദേശം ഞാൻ ഇവിടെ നിർത്തുകയാണ്. സഹോദരങ്ങളെ, ആ തുറക്കപ്പെട്ട കല്ലറ നമ്മോട് പറയുന്നു, മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മണ്ണിൽ കണ്ണ് തിരുമ്മി അടച്ച് കോടിക്കണക്കിന് ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടവരല്ല. ആ കല്ലറ നമ്മോട് പറയുന്നു, അനധിവിദൂര ഭാവിയിൽ ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദവുമായി വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. കൃപ ലഭിച്ചവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റു വരും. അവരോടൊരുമിച്ച് ജീവനോടെ ശേഷിക്കുന്ന നാം യേശു കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. കൃപ ലഭിച്ചവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും. ആ ഉറപ്പുള്ളവർ ദൈവസന്നിധിയിൽ ഒന്നെഴുന്നേറ്റ് നിൽക്കും.